വാർത്തയിലേക്ക്. കണ്ണൂരിൽ ബി.ജെ.പി. പ്രവർത്തകന്റെ വീട് വളഞ്ഞ് CPIM. പയ്യന്നൂർ കുണിയനിൽ ബി.ജെ.പി. പ്രാദേശിക യോഗം ചേരുന്നതിനിടെയാണ് പ്രവർത്തകന്റെ വീട് വളഞ്ഞത്. വീട് വളഞ്ഞ CPIM പ്രവർത്തകർ ഭീഷണി മുഴക്കിയതായി ബി.ജെ.പി. ആരോപിച്ചു. 3 മണിക്കൂർ ബി.ജെ.പി. പ്രവർത്തകരെ വീടിനുള്ളിൽ തടഞ്ഞുവച്ചതായും പരാതിയുണ്ട്. ബി.ജെ.പി. പ്രവർത്തകരെ പോലീസ് സഹായത്തോടെ സ്ഥലത്തു നിന്നും മാറ്റുകയാണ്. അർജുൻ കല്യാട് ചേരുകയാണ് വിവരങ്ങളുമായി. അർജുൻ, എന്താണ് സംഭവം? അൻസു, അതായത് ഇന്ന് ഹിന്ദു സാമ്രാജ്യ ദിനം പരിപാടിയുടെ ഭാഗമായി പയ്യന്നൂർ കുടിയനിലുള്ള ഒരു ബി.ജെ.പി. പ്രവർത്തകന്റെ വീട്ടിൽ പ്രദേശത്തുള്ള ബി.ജെ.പി. RSS സംഘപരിവാർ പ്രവർത്തകരെല്ലാം ചേർന്ന് ഈ സാമ്രാജ്യ ദിനം ആഘോഷിക്കുകയായിരുന്നു. ഈ സമയത്താണ് 100ഓളം വരുന്ന CPM പ്രവർത്തകർ സംഘടിച്ച് ഈ വീടിന് സമീപത്തേക്ക് എത്തുകയും ഈ വീട് വളഞ്ഞ് ഭീഷണിപ്പെടുത്തിയതായും ബി.ജെ.പി. പ്രവർത്തകർ പരാതി പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 മണിക്കൂർ നേരം, അതായത് 7 മണിയോടുകൂടി യോഗം അവസാനിപ്പിച്ചതാണ്. അതിനുശേഷം അവിടെ നിന്ന് മടങ്ങാനെത്തിയപ്പോഴാണ് CPM പ്രവർത്തകർ ഇത്തരത്തിൽ ഭീഷണി മുഴക്കി ഇവിടെ നിന്ന് പുറത്തു പോകാൻ അനുവദിക്കാത്ത രീതിയിൽ വലിയ തോതിൽ ഒരു വീട് വളയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 10 മണിയായി ആ സമയത്തോട് അടുക്കുന്ന സമയം വരെ ഇവർക്ക് പുറത്തു പോകാൻ വേണ്ടി കഴിഞ്ഞില്ല. ആ സമയത്താണ് പോലീസിനെ വിവരം അറിയിച്ചതിന്റെ ഭാഗമായി പയ്യന്നൂർ DYSPയുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സന്നാഹം അവിടത്തേക്ക് എത്തുകയും CPM പ്രവർത്തകരെല്ലാം തന്നെ സ്ഥലത്തു നിന്ന് മാറ്റുകയും ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പോൾ ബി.ജെ.പി. പ്രവർത്തകർ അവിടെ നിന്ന് ഘട്ടം ഘട്ടമായി ഈ വീടിന് പുറത്തേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ പറയുന്ന പയ്യന്നൂർ കുണിയനിലുള്ള ഈ ബി.ജെ.പി. പ്രവർത്തകന്റെ വീട്ടിൽ വെച്ച് ബോംബ് നിർമ്മാണമാണ് നടക്കുന്നത് എന്നുള്ളതായിരുന്നു പ്രധാനമായും CPM ആരോപിച്ചത്. അത്തരത്തിൽ ആയുധങ്ങൾ കൂട്ടി ഈ നാടിനെ കലാപഭൂമിയാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അത് നാട്ടുകാർ തടയുകയാണ് എന്നുള്ളതാണ് CPIMന്റെ ഭാഗമായി ഇത്തരത്തിലുള്ളൊരു വിശദീകരണമായി ലഭിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ബി.ജെ.പി. പ്രവർത്തകർ യോഗം ചേരുന്നതിനിടെ CPM പ്രവർത്തകർ സംഘടിച്ച് എത്തുകയായിരുന്നു. അങ്ങനെ 100ഓളം പ്രവർത്തകർ സംഘടിച്ചെത്തി ബി.ജെ.പി. പ്രവർത്തകരോട് ഭീഷണി മുടക്കി. CPM പ്രവർത്തകരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? മറ്റെന്തെങ്കിലും നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ടോ? അത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം ഈ ബി.ജെ.പി. RSS പ്രവർത്തകരെ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനമായും പോലീസിന്റെ ഭാഗത്തു നിന്ന് എടുത്തിട്ടുള്ള നടപടി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി.ജെ.പി. ഏതെങ്കിലും തരത്തിലുള്ള പരാതി പോലീസിൽ നൽകുകയോ രേഖാമൂലം നൽകുകയോ അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളിലേക്ക് കടക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. എന്തായാലും ഇപ്പോൾ ഈ വീടിനകത്ത് ഉണ്ടായിരുന്നിട്ടുള്ള പ്രവർത്തകരെല്ലാം തന്നെ പോലീസ് മാറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി.ജെ.പി. ജില്ലാ നേതൃത്വം ഉൾപ്പെടെ വലിയ തോതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്. തുടർ നടപടി എന്ന രീതിയിൽ രേഖാമൂലമുള്ള പോലീസിൽ ഉൾപ്പെടെ പരാതി നൽകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. ഒരുപക്ഷെ അത്തരത്തിൽ പരാതി നൽകുന്ന ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണത്തിൽ മുന്നോട്ട് പോകാം എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ ഒരു സമാധാന അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കുക എന്നുള്ളതിന്റെ ഭാഗമായി ഈ പ്രവർത്തകരെ വീട്ടിൽ നിന്നും പുറത്തേക്ക് എത്തിക്കാനാണ് പോലീസ് പ്രാഥമികമായി മുൻഗണന നൽകിയത്. അത്തരത്തിൽ ഈ പ്രവർത്തകർ ഇപ്പോൾ അവിടെ നിന്നും മാറ്റിയിട്ടുമുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിൽ തുടർ നടപടി CPM പ്രവർത്തകരെ തിരിച്ചറിയുക, അവരെ ഈ തുടർ നടപടിയുടെ ഭാഗമായി അറസ്റ്റോ കസ്റ്റഡിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും തരത്തിൽ വേണമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോൾ വന്നിട്ടില്ല. അത്തരത്തിൽ ആരെയും നിലവിൽ അങ്ങനെ കസ്റ്റഡിയിൽ എടുക്കുകയോ അറസ്റ്റ് രേഖപ്പെടുത്തുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഒരു സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി വളരെ പെട്ടെന്ന് CPM പ്രവർത്തകരെല്ലാം തന്നെ സ്ഥലത്ത് നിന്ന് മാറ്റുകയും ഈ വീടിനകത്തുണ്ടായിരുന്നിട്ടുള്ള ബി.ജെ.പി. പ്രവർത്തകരെ സുരക്ഷിതമായ രീതിയിൽ പോലീസ് വാഹനത്തിൽ തന്നെ ഈ സംഘർഷം സാധ്യത നിലനിൽക്കുന്ന ആ പ്രദേശത്ത് നിന്ന് മാറ്റുന്ന ഒരു ഇടപെടലുമാണ് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ബി.ജെ.പി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് ജില്ലാ നേതൃത്വം അറിയിക്കുകയും ചെയ്യുന്നത്. CPMന്റെ നേതൃത്വത്തിൽ വ്യാപകമായ തോതിൽ ഈ സംഘടനാ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന സമീപനമാണുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഈ പ്രദേശത്ത് ബി.ജെ.പി. വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കിയിരുന്നു. അതിൽ വിറളിപ്പുണ്ടാണ് ഇത്തരത്തിൽ ഒരു അക്രമത്തിന് അല്ലെങ്കിൽ കണ്ണൂരിൽ ബി.ജെ.പി. പ്രവർത്തകന്റെ വീട് വളഞ്ഞു. CPIM പയ്യന്നൂരിൽ പ്രാദേശിക യോഗം ചേരുന്നതിനിടെയാണ് പ്രവർത്തകന്റെ വീട് വളഞ്ഞത്. CPIM പ്രവർത്തകർ ഭീഷണി മുഴക്കിയതായും ബി.ജെ.പി. ആരോപിച്ചു. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.